ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ എറണാകുളം പോലത്തെ ഒരു സിറ്റിയിൽ ഒരു വീടിൻ്റെ ടെറസിൽ ചെയ്തിരിക്കുന്ന ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡിയായിരിക്കണേണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം കഴിക്കാൻ പോണേണ്. ഇന്നേ വരെ ഞാൻ കഴിച്ചിട്ടില്ല, എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട്ടിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അവരെ നമുക്ക് പരിചയപ്പെടുത്താം. അതിന് മുന്നേ ഞാനൊന്ന് ടെറസ് കാണിച്ചു തരാം അവർ നോക്കട്ടെ. അപ്പോൾ ഞാനിത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എറണാകുളം പോലെയുള്ള സിറ്റികളിലും ഈ ടെറസിൻ്റെ മേളിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നും കൂടിയാണ് ഞാനത് പറയാൻ കാരണം കേട്ടോ. നോക്കി, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അന്നടുത്ത് മാറ്റിയാണ്. പിന്നെ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഇന്ന് ജോർജ് ചേട്ടന് ഷാൽ ചേച്ചി ഉണ്ട്. ഷാൽ ചേച്ചി രണ്ടുപേരും കൂടി കൃഷി ചെയ്യണത്. എന്തായാലും ഞാനിത് കഴിച്ചിട്ടില്ല, നമുക്ക് ഇന്ന് പറഞ്ഞാൽ മുറിച്ച് കഴിച്ചു. അപ്പോൾ അതിന് മുന്നേ ഒരു നന്ദി പറയണ്ടേ. ഷാൽ ചേച്ചി ഒരു ദിവസം വഴിയിൽ വെച്ച് തന്നെ പറഞ്ഞാ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നിനക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തോ. അപ്പം ഞാൻ മനസ്സിൽ കൊടുത്തത് നിങ്ങളെ കൂടി നിർത്തി എടുക്കണമെന്നാണ്. എന്നോട് എടുത്തോളാം തന്നെ പറഞ്ഞത്, എന്നല്ല അതല്ലല്ലോ ശരി. പിന്നെ രണ്ട് മക്കളുണ്ട്, അവർ രണ്ടും പുറത്ത് പോയിക്കണല്ലേ, അല്ലെങ്കിൽ നമുക്ക് രണ്ടിനെയും കാണിക്കായിരുന്നു. ആ അല്ല, ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. റിബിനും മറ്റവന്റെ പേര് പോയാ? അതറിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഒരെണ്ണം മുറിച്ചാലോ? ഇത് വേറെ കാര്യം ചോദിച്ചോട്ടെ, ജനങ്ങൾക്ക് എന്തായാലും നമ്മൾ വീഡിയോ എടുത്തല്ലേ. ഇതിപ്പോ ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണല്ലേ? സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആവുമല്ലേ? അപ്പൊ ഇതിന്റെ എന്താണ്, എത്ര നാളത്തെ വളർച്ചയാണ് ഇത്? അതായത് ഫസ്റ്റ് ടൈമാണ് ഇത്. ഒരു മാസം പൂ വിരിയാനായിട്ട്, ഒരു മാസം വേണം പൂ വിരിയാൻ. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ആയി കായ പഴുക്കുമ്പോഴത്തേക്കും ഒരു മാസം കൂടി ആവും. 2 മാസമാണ് ഇതിന്റെ ശരിക്കും പൂർണ്ണ വളർച്ച. ഓക്കെ. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടായേക്കണ, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു 4ാമത്തെ പ്രാവശ്യമാണ്. 4ാമത്തെ തവണയാണല്ലേ? അതായത് ഒരു സീസണിൽ ഈ 4 പ്രാവശ്യം കായ ഉണ്ടാവും ഒരു സീസണിൽ. ഇതിപ്പോ 4ാമത്തെ കൊല്ലമാണ് നമുക്ക് കായ ഉണ്ടാണത്. 4ാമത്തെ കൊല്ലമാണ്. പിന്നെ 10-60 ഒരുമിച്ച് പഴുത്ത് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ്, ആദ്യമായിട്ട് കിട്ടൂല. ഇതിപ്പോ അത്യാവശ്യം ഉണ്ടല്ലേ? ഇതിപ്പോ അത്യാവശ്യം പഴുത്ത്. ഇപ്പൊ ഞാൻ കാലത്ത് 10-10 എടുത്ത്. ഇത് ഏത് വർഷത്തില് സീസൺ എന്ന് പറഞ്ഞായിരുന്നു? അത് ഏത് ടൈമാണ് ഉദ്ദേശിക്കുന്നത്? അതായത് സീസൺ നമുക്ക് മഴക്കാലം തുടങ്ങുന്നത് മെയ് മാസമാണല്ലോ. മഴ പൊടിഞ്ഞ ഇതിന് മഴ സ്പ്രേ പോലെ മഴ വരുന്ന ടൈമിലാണ് ഇത് പൂക്കണത്. അത് തുടങ്ങി മെയ് മാസം തുടങ്ങി ഒരു നവംബർ മാസം വരെ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. അവർ 4-5 സീസൺ 5 പ്രാവശ്യമെങ്കിലും ഒരെണ്ണത്തിലുണ്ടാവും. അതെ അതെ. ഇത് ഒരെണ്ണം ഇങ്ങനെ കായായി. ഇപ്പൊ ഇതിന് മുമ്പുണ്ടായതാണ് ഇപ്പൊ പഴുത്തേക്കണത്. അപ്പൊ അടുത്തത് ഇങ്ങനെയായി. പിന്നെ അടുത്തത് പൂ വന്നേക്കണ്. ഇത് ഈ കായ ആകുമ്പോഴത്തേക്കും അടുത്തത് പൂ പിന്നെയും വരും. അങ്ങനെ 5 പ്രാവശ്യം ഉണ്ടാവും ഒരു വർഷത്തില്. മറ്റേ ഒരു സംഭവം കാണിച്ചിട്ട് ഇവര് സെറ്റ് ചെയ്തിരിക്കണ എന്തിനാണ് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചിരുന്നത്. ഇതുണ്ട് ഇതേപോലെ. അല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് അർജന്റീന വെക്കണമെങ്കിൽ ഇതേപോലെ ഒരു PVC പൈപ്പ് ഇതുണ്ട്, ഒരു 6 ഇഞ്ച് ഉണ്ടാവും അല്ലേ? 4 ഇഞ്ച് പൈപ്പാണ്. അതിന്റെ മേളിൽ ഇതുണ്ടാ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കമ്പി കൊടുത്തിട്ട് അതിന്റെ മേളിൽ ടയർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയല്ല, അത് വെച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് മേലാണ് ചെയ്ത് വെച്ചേക്കണം അല്ലേ? അതിൽ ക്ലാമ്പ് ചെയ്തേക്കണേ കണ്ട. അതല്ലേ? അതിനോട് ചേട്ടൻ പറഞ്ഞു. അത് അമ്മിച്ചി മരിച്ചായിരുന്നു ഇവിടുത്തെ. അപ്പോൾ കഴിഞ്ഞ ദിവസം 30 അവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ച് ഞാൻ ഫോട്ടോ കൂടി ഇതിൻ്റെ ഇടയിൽ കാണിച്ചേക്കാം. അപ്പോൾ അന്ന് പള്ളിയിൽ കാഴ്ച വെക്കാൻ വേണ്ടി എടുത്തായിരുന്നു അല്ലേ? അത്യാവശ്യം കിട്ടി. 7 വെച്ചത്. ഫോട്ടോ വെച്ചു. അതാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. 7 ഇത് വെച്ചത്. 17.5 കിലോ കിട്ടി. അപ്പൊ എന്തായാലും നമുക്ക് മുറിച്ചാലോ? ഒരെണ്ണം ഞാനും ടേസ്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അതെ, മുറിച്ചോളൂ. ഒരെണ്ണം മുറിച്ച് കഴിച്ചു നോക്കട്ടെ. എന്തൊക്കെയാണ് ഇടുന്ന വളം? അതപ്പോ നമ്മുടെ കിച്ചണിൽ തന്നെ എല്ലാം ഇതിന്റെ മീറ്റിന്റെ തല വെട്ടിയത്, ചെമ്മീത്തിന്റെ സ്മെല്ല് തന്നെ ഉണ്ടാവും. അതൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തണം. അതൊക്കെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. അതെ, മുറിച്ച് കഴിയുമ്പോൾ നല്ല പിങ്ക് കളർ. വൈറ്റ് കളർ ഉണ്ടല്ലേ? ഞാൻ ഇതിന്റെ ഇതൊരു ഇതിട്ട് കഴിഞ്ഞപ്പോ എല്ലാരും ചോദിച്ചു. അപ്പൊ ഒരു കമ്പനി 50 രൂപ വെച്ച് ഒത്തിരി പേര് മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാനിപ്പോ ഇത് വെട്ടിക്കളയുമ്പോ ഫ്രീ ആയിട്ടാണ് ആർക്കുവാണെങ്കിലും കൊണ്ടുപോകാം. നവംബർ ഇങ്ങനെ അത്രയും വലിയ പീസ് കഴിക്കാൻ നോക്കട്ടെ. ടേസ്റ്റ് അപ്പൊ എന്തായാലും നന്ദി അറിയിച്ചുകൊണ്ട് കഴിക്കണം അല്ലേ? എങ്ങനെയുണ്ടെന്നോട്ടെ. പേരക്കയുടെ ഒരു സോഫ്റ്റ് സാധനം അല്ലേ? കൊള്ളാട്ടോ. അല്ലേ?
അല്ല രണ്ടും എടുക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് വീട്ടിൽ അല്ല വൈറ്റും കാണാം. ഞാൻ ഇതുവരെ മേടിച്ച് വെച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും ചോദിക്കും, കൊടുക്കാറുണ്ട്. ഇങ്ങനെ സെയിൽ ചെയ്യാറില്ല, ആരെങ്കിലും കൂട്ടുകാർക്ക് ചോദിക്കുമ്പോ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇത് മുറിച്ച് കഴിഞ്ഞാലാണ് വൈറ്റ് ആണോ റെഡ് ആണോ അറിയാൻ പറ്റുള്ളൂ. മുറിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. തൊലി രണ്ടിനെ സെയിം ആണല്ലേ? വേറെ അത് വൈറ്റ് ആയിരിക്കും. ഇല്ല, റെഡ് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തു. കുഴപ്പമില്ല. ഇത് നമ്മുടെ ചെമ്പൂക്കിലെ മേത്തറിൻ്റെ ഫ്ലാറ്റ് കാണാനായിട്ട് ഇവിടുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ടെറസിൽ വെക്കാം. അതിന് വേണ്ടിയാണ് ഞാൻ ഫ്ലാറ്റും കാണിച്ചത്. ഇതുപോലുള്ള അല്ലേ? അതേ കൊമ്പ് വേണമെങ്കിൽ കംപ്ലീറ്റ് കളയും. ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഒരു വെച്ചിട്ട് കളയുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടാണ് വെക്കണത്. കട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അങ്ങനെയാണ് പരിപാടി. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇല്ലേ, 3 സൈഡ് ഇങ്ങനെ ചീന്തി വെക്കണം അല്ലേ? കുഴിച്ച് ഇടുന്ന ഭാഗം കുഴിച്ചിടണ്ട, വെറുതെ വെച്ചാൽ മതി. ഏതെങ്കിലും മതലെങ്കിലും ചാരി. അതെ അല്ലേ? അതിന്റെ പേരാണ് ഈ കാണുന്നത്. ഓ, അല്ലാണ്ട് മണ്ണൊന്നും വേണ്ട. കളയണെന്ന് വെച്ചാൽ വീടിന്റെ അകത്തേട്ട് വരും. മണ്ണ് വേണ്ട. പിന്നെ മതി, പിടിച്ചു കഴിഞ്ഞിട്ട് മതി. എവിടെ പിടിച്ചിടണം? ഓ, ഇങ്ങനെ ജസ്റ്റ് കുത്തി വെച്ചല്ലേ? അതൊക്കെ അടിയിൽ വേറുണ്ടാവും. എടുക്കണ്ട, മനസ്സിലായി. ഏകദേശം ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കും തൈ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതല്ലേ? ഇതെന്തിനാണ്? അപ്പൊ ജോർജേട്ടൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാൽ കേട്ടോ. അപ്പൊ നമ്മുടെ ചെമ്പൂമുക്കിലാണ്, അതായത് എറണാകുളം കാക്കനാട് ചെമ്പൂമുക്കിലാണ് സ്ഥലം. അതെ, പാറക്കാട്ട് അമ്പലത്തിന്റെ അടുത്തായിട്ടാ, ഐശ്വര്യ നഗർ. അപ്പൊ നമ്പർ നമ്മൾ കൊടുത്തേക്കാം, ആർക്കെങ്കിലും താല്പര്യം വിളിച്ചോ. ആ ഒരു ഓഫറും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. യെല്ലോ കളറുള്ള ഇതാണ്, ഡ്രാഗൺ ആണ്. അതെ അല്ലേ? അതാകണേ ഉള്ളൂ, കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇത്രയും വലിപ്പം വെക്കൂല. ചെറുതാണ്. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഒരു അവസരം തന്നതിനും ആദ്യമായിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയത് എല്ലാത്തിനും സന്തോഷം. വേറെ ഒന്നും പറയാനല്ല. തൈ വേണമെങ്കിൽ നമ്പർ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. 381 റെസിഡൻസ് നമ്പർ. അതടക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങളോട് പറഞ്ഞത് തന്നെ, മുറിച്ച് കൊടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ധൈര്യമായിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അത് കാണിച്ചു, ഇതൊന്നും ഒന്ന് പഠിച്ച് കാണിച്ചു. പിന്നെ അല്ല, ഞാൻ കാണിച്ചു. ഞാൻ അതിനാണ് ആദ്യമേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം, അടിപൊളി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.